നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ബുക്ക് സീരീസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇവർക്ക് രണ്ടുപേർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്സ്. അപ്പോൾ ഇപ്പോൾ തെച്ചുകുട്ടീനെ എഴുത്തിനൊക്കെ ഇരുത്തിയേക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് അവൾക്ക് പതുക്കെ റൈറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ട്രേസിങ്, ലൈൻസ് ട്രേസ് ചെയ്യാനോ അതുപോലെ തന്നെ വെറുതെ കുത്തിവരാൻ കാര്യങ്ങളൊക്കെ, പിന്നെ എങ്ങനെ പെൻസിൽ പിടിക്കുന്നതെന്നുള്ളതൊക്കെ അവർക്കൊന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ബുക്സാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ എല്ലാ ബുക്കും നമുക്ക് ഏജ് വൈസ് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് 2 to 3 ആണ് ഈ ഒരു ബുക്ക് വരുന്നത്. അപ്പോൾ 0 ലെവലാണ്, അതായത് വെറുതെ ലൈൻസും പാറ്റേൺസും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യമേ അവരെ കാണിച്ചു കൊടുക്കാം. ചിലപ്പോൾ എന്നാന്ന് വെച്ചാൽ അവർക്ക് കുത്തി വരച്ച് നമ്മൾ ചെയ്യുന്ന രീതിയിലാവില്ല അവർ ചെയ്യുന്നത്, കുഴപ്പമില്ല, അവർക്ക് വിട്ടു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ സെയിം സംഭവം തന്നെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് താഴേക്കായിട്ട് ലൈൻസ് വരയ്ക്കാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ലൈൻസ് അങ്ങനെ വരുന്നു. പിന്നെ നമുക്ക് ഷേപ്സ് മാറ്റിയിട്ട് വരയ്ക്കാനായിട്ടുള്ളത്. അങ്ങനെ വരുന്നു. അങ്ങനെ ഇതിൽ വേറെ ഒന്നുമില്ല, സ്പൈറലുണ്ട്, പിന്നെ അങ്ങനെ ഷേപ്പുകൾ മാത്രം. പെൻസിൽ പേന എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പിടിച്ച് ഒന്ന് ഒരു പ്രാക്ടീസ് വരാൻ വേണ്ടിയിട്ടാണ്. അത് ട്രേസിങ് പാറ്റേൺ പ്രാക്ടീസ് ഫോർ കിഡ്സ് ആണിത്. പ്രീ റൈറ്റിംഗ് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്, അതായത് റൈറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പുള്ള. അപ്പോൾ ഇതിൻ്റെ തന്നെ പല ലെവലുണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് 0 ലെവലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ലെവലിലോട്ട് വരുമ്പോഴേക്കും ലെവൽ 1 വരുമ്പോഴേക്കും അവർ നമ്പർ ട്രേസിങ് അല്ലെങ്കിൽ ആക്ടിവിറ്റി കൂടെ ചേർന്നിട്ടുള്ള ബുക്കാണിത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അവരെ കൊണ്ട് ഇതുപോലെ റൗണ്ട് വരച്ച് തുടക്കാം. ആ റൗണ്ട് എന്നുള്ളത് പതുക്കെ കൊണ്ടുവന്ന് നമുക്കതിനെ 0 ആക്കിയെടുക്കാം. അങ്ങനെ അതാണ് നമ്പേഴ്സിൻ്റെ. എങ്ങനെ നമുക്ക് അവരെ കൊണ്ട് നമ്പർ എഴുതിക്കാം എന്നുള്ളതാണ്. ഇത് മറ്റേത് കഴിഞ്ഞിട്ടുള്ളത്, അതായത് 0 ലെവൽ കഴിഞ്ഞ കുട്ടികൾക്ക് നമുക്ക് ലെവൽ 1 പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ ലെവൽ 2 എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി, അതായത് നമുക്ക് ചെറിയ വേർഡ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ട്രേസ് ചെയ്ത് എഴുതിക്കാം എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു ബുക്ക് വരുന്നത് കേട്ടോ. ഇതിനകത്തൊക്കെ ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഓരോ ലെവൽ വെച്ചിട്ടായതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഓരോന്നായിട്ട് വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും. നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പേജൊക്കെ വലിച്ചു കീറി കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിച്ചു കീറി കളയുന്നവരാണെന്നുണ്ടെങ്കിൽ അതാണ് വേറൊരു കാര്യം.